Hello guys, welcome back to Pachu and Pathu Official. ഇന്ന് എല്ലാവർക്കും ഒരു വെൽക്കം പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു സോറി. ഇന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസ് പറയാനാണ് വന്നേക്കണേ. നമ്മൾ ഇതേ സ്ഥലത്താണ് കഴിഞ്ഞ വീഡിയോ എടുത്തത്. നമുക്കിന്നും കറണ്ട് ഇല്ല. ഇപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്. റിംഗ് ലൈറ്റ് വെച്ചിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. 3-4 ദിവസമായിട്ട് ഇവിടെ ഒരു മഴയുണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് എന്ന് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ നമ്മുടെ വിജയ് തളപതി ജയിച്ചു. ഞാൻ നല്ല വിജയ് തളപതിയുടെ ഫാനാണ്. പക്ഷെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം അതിന് മുമ്പത്തെ ഒരു ദിവസം എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു ക്ഷീണം എല്ലാം കൂടി എനിക്ക് പനിയും വൊമിറ്റിങ്ങും അങ്ങനെ എന്തൊക്കെയോ പറ്റി. ആൻഡ് ഇന്നലെ ഒട്ടും എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ഇന്നാണ് ഒരു ഇച്ചിരി മെഡിസിനൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് ഞാൻ ഓക്കെ ആയത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തു, കാരണം നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കണതാണ്. പിന്നെ എന്താ പറയുക, നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇവിടത്തേക്കാൾ ഇലക്ഷൻ വെയിറ്റ് ചെയ്ത് അവിടെ ആയിരുന്നു. നമുക്കറിയാമായിരുന്നു ആൾ ജയിക്കും എന്നറിയാമെങ്കിലും നമുക്കിങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കാലത്ത് തലവേദനയായിട്ടൊക്കെ ആളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. ആൻഡ് അയ്യോ സന്തോഷം എന്ന് വെച്ചാൽ മാതിരി സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. കാരണം കോഴിയെ മിക്കാറും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ഞങ്ങൾ എന്ന് വെച്ചാൽ പണ്ട് മുതൽ ആളുടെ സിനിമ ഒക്കെ കാണുന്നത്. ഞാൻ ചെറുപ്പം മുതലേ സിനിമ ഒക്കെ കണ്ടിട്ട് വേറൊരു തമിഴ് ആക്ടറിനോടൊക്കെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇഷ്ടമില്ല എന്നല്ല, എന്നാൽ ഇച്ചിരി കൂടി ഇഷ്ടമെങ്കിൽ വിജയൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആളുടെ വീഡിയോയും ആൾ പിന്നെ ഇലക്ഷനിലോട്ട് പോയപ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടമായി, കാരണം ഇനി ആളുടെ സിനിമയൊന്നും ഇല്ലല്ലോ. ലാസ്റ്റ് സിനിമയായിരുന്നു അന്ന്. ലാസ്റ്റ് സിനിമയുടെ പേരെന്തായിരുന്നു? ലാസ്റ്റ് ഒരു സിനിമ ഞാൻ മറന്നു. ഫാനായിരുന്നു എന്ന് വിചാരിച്ചിട്ട് മറന്നു വിചാരിക്കരുത്. ഞാനത് എന്തോ മറന്നുപോയി. അപ്പോൾ ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഇലക്ഷനിലൂടെ നമുക്ക് നല്ല സങ്കടമാകും. സിനിമയൊക്കെ കണ്ടിട്ട് ഇലക്ഷനിലൂടെ, കാരണം ആളുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെയിറ്റൊക്കെ ചെയ്തിരിക്കും. നമ്മളിങ്ങനെ കണ്ട സിനിമ തന്നെ ഞാനിങ്ങനെ ഒരു 10-30 തവണയൊക്കെ കാണും. അങ്ങനെ ഇവിടെ മൂത്താപ്പ എപ്പോഴും ഞങ്ങളെ ചീത്ത പറയും. എന്ന് വെച്ചാൽ നിങ്ങളെന്തുട്ടാണ് ഇങ്ങനെ TV ഒക്കെ നോക്കിയിട്ട് ഇരിക്കണേ, ന്യൂസ് വെക്കണം എന്നൊക്കെ പറയും. ഞങ്ങളിങ്ങനെ വിജയുടെ മൂവി ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ഒരു പ്രത്യേകത ഒരു കിളി അവിടെ അരക്കാൻ പറ്റും ഇരിക്കണം. അതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചത് നിങ്ങളുടെ ഒരു പച്ച കളർ സാധനം അരക്കാൻ പറ്റുമ്മ കിളിയാണ്. നോക്കുക അങ്ങാടി എന്തോ ഒരു കിളി ഗൈസ്. ലാസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ആൻഡ് നമുക്കൊന്ന് നേരിട്ട് കാണണമെന്നുള്ളൊരു വിഷയം കൂടി ഉണ്ട്. അതും കൂടി എങ്ങനെയെങ്കിലും നമ്മൾ ഐലൻഡറൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഇവക്കായിരുന്നു പനിയായിട്ട് ഇവളാ ലിപ്സ്റ്റിക്ക് ഐലൈനറൊക്കെ എഴുതി വന്നിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾ എണീച്ചു പോയി. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നല്ലൊരു മഴക്കാറുണ്ട് ഗൈസ്. ഇവിടെ ഒരു മഴക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഇവിടുത്തെ വ്യൂ കാണിച്ചത്. ഞാൻ അന്ന് വ്യൂ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ അന്നാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഫുൾ ഡ്യുവൽ ക്യാമറ ഇല്ലയെന്ന്. അതായത് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഫോൺ ഉണ്ടായിരുന്നു, അങ്ങനെ തിരിച്ച് കാണിക്കാൻ പറ്റുമോ. എന്നിട്ട് ഇപ്പം അതില്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ് ഗൈസ്. ആൻഡ് നമുക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് പണിയുണ്ട്, കാരണം ഈ ഷോട്ടിൽ ലാർജ് വീഡിയോസൊന്നും ഇടരി കോഴി ലാർജ് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. അതൊരു പ്രശ്നമാണ് ഗൈസ്. കാരണം എനിക്ക് വേറെ ആപ്പൊന്നും അറിയില്ല. ആൻഡ് നമുക്കൊരു ആപ്പ് പറഞ്ഞു തന്നായിരുന്നു. അത് എന്തായിരുന്നു ഒരു ആപ്പ്, അത് ഞാൻ മറന്നു. ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് പറഞ്ഞത് ഇൻസ്റ്റ കിടപ്പുണ്ടത്. ആൻഡ് ഞാൻ ഭയങ്കര പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര വിജയ് ഫാനാണ്. ഞാൻ ഇങ്ങനെ കാണുന്ന റീലൊക്കെ ഞാൻ റീപോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ സൂര്യ ഫാൻസ് ഉള്ളവരോട് ഇങ്ങനെ നമ്മളോട് തല്ലുപിടിക്കാൻ വരികയാണ്, അത് വിജയ് ജയിക്കൊന്നുമില്ല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും കാണാം വരട്ടെ, റിസൾട്ട് വരട്ടെ. അങ്ങനെയൊക്കെ വന്ന് ലാസ്റ്റ് ജയിച്ച് ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് സൂര്യയുടെ ഫാൻസ് ഉള്ളവർ ഇത് കാണുന്നുണ്ടാവും. ആൻഡ് അവർക്കിങ്ങനെ വിജയിന് ഇഷ്ടമില്ലാന്നല്ല, ഇലക്ഷൻ പോകുമ്പോൾ ജയിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നെ. അപ്പോൾ എന്തായാലും ഗൈസ് കാണുമ്പോൾ ഒരു ഇതാവും. ആൻഡ് ഇത്രയുള്ളപ്പോൾ എനിക്ക് പറയാൻ. പിന്നെ നമ്മൾ വലിയ വ്ളോഗായിട്ടിട്ട് ഷോർട്സ് ഇടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇടണമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ഇവിടുത്തെ വ്യൂവും പിന്നെ അവിടുത്തെ മരവും ഞാൻ കാണിച്ചുതരാം ഗൈസ്. കിളീനെ ഞാൻ കാണിച്ചുതരാം ഗൈസ്. വെയിറ്റ്. ഇതേ ഗൈസ്, നമ്മുടെ കുർണി നമ്മുടെ കൂടെ എവിടെ പോയാലും വരും. കുർണി ആൾക്ക് പണ്ടത്തെ പോലെ ഒരു അനുസരണമൊന്നുമില്ല, കാരണം നമ്മൾ വിളിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കണില്ല ഗൈസ്. ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ആൾ ദിവനാണ് ഗൈസ്. ദിവൻ എടാ പൂവാ ഭയങ്കര ദേഷ്യക്കാരനാണ് ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞ കിളി അടക്കാമ്പരത്ത് വീണുണ്ട് ഒരു അതിൻ്റെ മുകളിൽ ഗൈസ്. ഇതാണ് നമ്മളുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇത് നമ്മളുടെ സണ്ണാണ് ഗൈസ്. അവിടെ നിന്ന് ഉദിക്കണം നമുക്ക് ശരിക്കും കാണാൻ പറ്റും.
നല്ല സൺലൈറ്റ് ആണ് ഇവിടുന്ന് ഞങ്ങൾക്ക്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ആൻഡ് അന്ന് എനിക്ക് വ്യൂ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ അന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത് നമ്മുടെ വീടല്ല, സോറി ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ബൈ ഗൈസ്, സബ്സ്ക്രൈബ്.